Good morning, everyone. Welcome to today's class. Today, we are going to deal with the fifth chapter of Hornbill, The Ailing Planet, The Green Movement's Role, written by Nani Palkiwala. Palkiwala must be a familiar name for at least some of you. He was born in Bombay and he was a famous jurist and an economist. And ഈ ആനുവൽ ബഡ്ജറ്റിന് ശേഷമുള്ള പുള്ളിയുടെ സ്പീച്ചസ് ഇറ്റ് വാസ് വെരി മച്ച് ഫേമസ്. ഹി വാസ് എ വെരി വൺ ഓഫ് ദ ഗ്രേറ്റ് ഇൻ്റലക്ച്വൽ ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് നമുക്ക് പറയാം. അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു. ആൻഡ് ദിസ് ചാപ്റ്റർ ഇറ്റ് വാസ് ആക്ച്വലി ആൻ ആർട്ടിക്കിൾ റിട്ടൺ ബൈ നനി പൽക്കിവാല വിച്ച് വാസ് പബ്ലിഷ് ഇൻ ഇന്ത്യൻ എക്സ്പ്രസ് ഓൺ November 24, 1994. സോ അങ്ങനെ ഒരു കൊടുത്തൊരു ആർട്ടിക്കിളാണ് ഇതിനകത്ത്. സോ ഇറ്റ്സ് കുറേ റഫ് ടേംസും ഫ്രേസസും ഒക്കെ ഉണ്ട്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് സോൾലി ബേസ്ഡ് അപ്പോൺ ദ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ്. സോ ഇറ്റ് ഫോക്കസ് ഓൺ ദ ഫാക്ടേഴ്സ് ദറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഡിക്ലൈനിങ് ഹെൽത്ത് ഓഫ് അവർ എർത്ത്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന നമ്മളുടെ ഓൺ പ്ലാൻ, നമ്മളുടെ ഹോം എന്ന് പറയുന്നത് നമ്മുടെ പ്ലാനറ്റ് എർത്തിൻ്റെ ഡിഗ്രഡേഷന് ഹ്യൂമൻസ് എങ്ങനെയാണ് റെസ്പോൺസിബിൾ ആവുന്നത്, അതിനെക്കുറിച്ചുള്ള പുള്ളിയുടെ വോയിസ് ഓഫ് കൺസേണും അതേപോലെ തന്നെ എന്ത് നമുക്ക് ചെയ്യാം, ദ വേ ഹൗ വി ക്യാൻ പ്രിവെൻറ്റ് ദ എർത്ത് ഫ്രം ഫർദർ ഡിഗ്രേഡിങ് ആൻഡ് ഹൗ വി ഹാവ് ടു പ്രിസർവ് this earth for the future generations. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ആർട്ടിക്കിൾ എഴുതിയേക്കുന്നത്. മദർ എർത്ത് വൈറ്റൽ സയൻസ് റിവീൽ എ പേഷ്യൻ്റ് ഇൻ എ ഡിക്ലൈനിങ് ഹെൽത്ത്. വി ഷുഡ് ബി ഗുഡ് സ്റ്റുവേർഡ്സ് ആൻഡ് റെസ്പോൺസിബിൾ ട്രസ്റ്റീസ് ഓഫ് ദ ലെഗസി ടു ദ ഫ്യൂച്ചർ ജനറേഷൻസ്. നമ്മളിപ്പോൾ ഈ എർത്തിൽ ജീവിക്കുന്നു. ഇറ്റ്സ് ഓൾ ഓഫ് നമ്മളൊരു ഓണർ എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും എക്സ്പ്ലോയിറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനും നമുക്ക് അവകാശമുണ്ട്. ബട്ട് വി ആർ സോർട്ട് ഓഫ് എക്സ്പ്ലോയിറ്റിംഗ് എവറിത്തിങ് അറൗണ്ട് അസ്. അപ്പം ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് കൊണ്ട് നഷ്ടം നമ്മളെക്കാളും കൂടുതലുണ്ടാകുന്ന വരുന്ന ഫ്യൂച്ചർ ജനറേഷൻസിനാണ്. സോ ആക്ച്വലി വി ആർ ജസ്റ്റ് ഹിയർ ടു സേഫ് ഗാർഡ് വാട്ട് വി ഹാവ് ഇൻഹെറിറ്റഡ് ഫ്രം അവർ ആൻസസ്റ്റേഴ്സ്. അപ്പം നമുക്ക് ഇന്നിപ്പോൾ എർത്ത് ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ റീസൺ അതിൻ്റെ പിന്നിലുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ആൻസസ്റ്റേഴ്സാണ്. അവരിതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്തു, എങ്ങനെ പ്രിസർവ് ചെയ്തു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. മാക്സിമം നാച്ചുറൽ റിസോഴ്സസ് ആയാലും ഇപ്പോൾ ഇന്നത്തെ ജനറേഷനിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ ചുറ്റുമുള്ള റിവേഴ്സ് ആയാലും എല്ലാം ഒരുവിധം വറ്റി വരണ്ട്. ഇപ്പം കേരളത്തിലെക്കാരെങ്കിൽ അറൗണ്ട് 44 റിവേഴ്സ് ഉണ്ടായിരുന്ന കേരളത്തിൽ നല്ലൊരു വരൾച്ച വന്നാൽ കുടിവെള്ള പ്രശ്നം ഉണ്ടാവും. അപ്പം അത്രയും ഒരു ഇഷ്യൂ ഇവിടെ ഉണ്ടാകുന്നതിൻ്റെ കാരണം മനുഷ്യൻ്റെ പ്രവൃത്തി തന്നെയാണ്. നമ്മൾ ഒരുപാട് സാൻഡ് മൈനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത് കൊണ്ടാണ് എല്ലാ റിവറും കുഴികളായി പോയേക്കുന്നത്. ഫിലിംസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നരസിംഹമൊക്കെ കണ്ട സമയത്ത് അന്നത്തെ മിക്ക ഫിലിംസിലെ മേജർ ബാക്ക്ഡ്രോപ്പ് എന്ന് വന്നത് ഭാരതപ്പുഴ റിവറായിരുന്നു. ആൻഡ് നൗ ഇറ്റ്സ് കണ്ടീഷൻ ഈസ് വെരി മച്ച് ഫ്രജൈൽ. ഇപ്പോൾ അതിനകത്ത് റിവർ എന്ന് പറയാനില്ല, കുറേ മണ്ണും കുറേ കുഴിയും മാത്രമേ ഉള്ളൂ. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ബാക്കിൽ നല്ല ഇടിയും മഴയുണ്ട്, അതിൻ്റെ സൗണ്ടാണ് കേട്ടോ. ഓക്കെ. സോ അപ്പം അങ്ങനെ ഒരു പണ്ട് അത്രയും വെള്ളം ഒഴുകിയിരുന്ന അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ട് പ്യുവറായിട്ടുണ്ടായിരുന്ന റിവറിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ്റെ സോൾ റീസൺ എന്ന് പറയുന്നത് മനുഷ്യൻ മാത്രമാണ്. അതിനകത്ത് പ്രകൃതിയുടെ റോളെന്ന് പറയാൻ ഒന്നുമില്ല. ആൻഡ് വാട്ട് എവർ ക്ലൈമറ്റ് ചേഞ്ച് ദാറ്റ് ഇസ് ഹാപ്പനിങ് അറൗണ്ട് അസ്. ഇപ്പം ഈവൻ ഈ സമയത്ത് പോലും ഈ വർഷത്തിലെ പോലെ ഇടിയും മഴയൊക്കെ ഉണ്ടാകുന്നത് ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ ബിഹൈൻഡ് ദാറ്റ് ഇസ് ഹ്യൂമൻസ് ആക്ഷൻസ്. നമ്മൾ എന്താണോ നേച്ചറിനോട് ചെയ്യുന്നത് അത് തന്നെയാണ് നേച്ചർ നമുക്ക് തിരിച്ചു തരുന്നത്. ഓക്കെ. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് കോയിൻ ചെയ്ത കുറേ ഇമ്പോർട്ടൻറ്റ് ടേമാണ്. ആൻഡ് ദിസ് മീൻസ് നമുക്ക് ഡെവലപ്മെൻറ്റ് വേണം. വി ഹാവ് ടു ഡെവലപ്പ് ബിക്കോസ് നമ്മൾ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, നാട് ഓടുമ്പോൾ നടുവേ ഓടണമെന്ന്. വിച്ച് മീൻസ് ഗെറ്റിംഗ് മോഡേൺ ഈസ് വൺ തിങ്, ബട്ട് ഫോർ ദാറ്റ് വി ആർ ഡിസ്ട്രോയിങ് അവർ എർത്ത് ഇസ് ലൈക്ക് എ ഫ്യൂട്ടൽ ക്രൈം ആണ്. കാരണം ഡെവലപ്മെൻറ്റ് വേണം. ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മീൻസ് the development that meets the needs of the present without compromising that for the future. സോ നമുക്ക് ഇപ്പോൾ ജീവിക്കാൻ നമുക്കിവിടെ നീഡ്സ് എന്തൊക്കെയാണോ അതേ സെയിം നീഡ്സും ഒരു പക്ഷേ കുറച്ചും കൂടെ കൂടുതൽ നീഡ്സ് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻസിന് കാണും. സോ വി ആർ ഹിയർ ടു ഡെവലപ്പ്, അല്ലെങ്കിൽ എന്ത് ഡെവലപ്മെൻ്റ് ആണോ നമ്മൾ കൊണ്ടുവന്നത് വി ഹാവ് ടു ഗോ അണ്ടർ ഡെവലപ്മെൻറ്റ്. ബട്ട് അതൊരിക്കലും നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻസിന് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളെ കോംപ്രമൈസ് ചെയ്തിട്ടായിരിക്കരുത്. ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേം ദാറ്റ് ഹാവ് such a vital role in the present scenario. ഇനി ഈ നിങ്ങൾക്കറിയാലോ, ലിയനാർഡോ ഡിക്കാപ്രിയോ എന്ന് പറഞ്ഞ ഫേമസ് ഹോളിവുഡ് ആക്ടറാണ്. പേരറിയാത്തവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഒബ്വിയസ്ലി ടൈറ്റാനിക്കിൽ ജാക്ക് ചെയ്ത പുള്ളിയാണ്. സോ ഡിക്കാപ്രിയോ എന്ന് പറയുന്നത് ഈസ് എ ഫേമസ് ഫിലാന്ത്രോപ്പിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഹീസ് എ ഫേമസ് എൻവയൺമെൻറ്റലിസ്റ്റുമാണ്. അദ്ദേഹത്തിനാണ് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ട് UN ഒരു അസംബ്ലിയിൽ പുള്ളി അഡ്രസ്സ് ചെയ്തൊരു സ്പീച്ചുണ്ട് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച്. ആൻഡ് അതിനകത്ത് പുള്ളി അഡ്രസ്സ് ചെയ്തേക്കുന്നത് ഹൗ എർത്ത് ഈസ് ചേഞ്ചിങ് അല്ലെങ്കിൽ ഈസ് അണ്ടർഗോയിങ് എ ഡിഗ്രേഡിങ്. അപ്പം നമ്മളുടെ ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ് കാരണം ദ എർത്ത് ഈസ് അണ്ടർഗോയിങ് സച്ച് എ ഷിഫ്റ്റ് ആൻഡ് ലോട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ചസ് ആർ ഹാപ്പനിങ് ഹിയർ. ഇതിൻ്റെ ഒക്കെ റീസൺ ഹ്യൂമൻസ് ആണ്. ആൻഡ് ഇറ്റ്സ് ഹൈ ടൈം ദറ്റ് വി ഹാവ് ടു ഡു സം
think towards to prevent the nature for future generation. അത്രയും ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ പുള്ളിക്കാരൻ്റെ ആ സ്പീച്ച് കിട്ടും. സോ ഈവൻ അത്രയും ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ അത്രയും ഒരു അറ്റൻഷൻ കിട്ടേണ്ട ഒരു ഇഷ്യൂ ആണ് എൻവയൺമെൻറ്റൽ ഡിഗ്രഡേഷൻ എന്ന് പറയുന്നത് എന്ന്. സോ അതിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഫസ്റ്റ് തിങ് അല്ലെങ്കിൽ നമ്മൾ തിങ്ക് ചെയ്യേണ്ട ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ദർ ഷുഡ് ബി ഡെവലപ്മെൻറ്റ് ബട്ട് ഇറ്റ് ഷുഡ് ബി സസ്റ്റൈനബിൾ, വിച്ച് മീൻസ് ഇറ്റ് ഹാവ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ബോത്ത് പ്രസൻറ്റ് ആൻഡ് ദ ഫ്യൂച്ചർ. ആൻഡ് ദെൻ വേൾഡ്സ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽ നിങ്ങളുടെ ചാപ്റ്ററിനകത്ത് ഉള്ളത് തന്നെയാണ്. ഇൻ ദ സൂ അറ്റ് ലുസാക്ക, സാംബിയ, ദർ ഇസ് എ കേസ് വെയർ ദ നോട്ടീസ് റീഡ്സ് വേൾഡ്സ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽ ബട്ട് ഇൻസൈഡ് ദ കേജ് ദർ ഇസ് നോ ആനിമൽ. സൂവിലൊക്കെ ഓരോ കേജിൻ്റെ ഫ്രണ്ടിലും ഏതാണ് ആനിമൽ അല്ലെങ്കിൽ അതിൻ്റെ ജീനസ് എന്താണ്, സ്പീഷീസ് എന്താണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ആൻഡ് ലുസാക്കയിലെ ഈ സൂവിലും അങ്ങനെ ഒരു കേജ് ഉണ്ട്, ഒരു വലിയ കേജാണ്. അതായത് എഴുതിയിരിക്കുന്നത് ദ വേൾഡ്സ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽ എന്നാണ്. അപ്പോൾ അത് കണ്ട് നമ്മൾ അതിനകത്ത് നോക്കിയാൽ ദർ ഇസ് നോ വൺ ഡെയർ, ഒരു ആനിമലും അതിനകത്തില്ല. ഇൻസ്റ്റെഡ് ദർ ഇസ് എ മിറർ. സോ നമ്മൾ ചെയ്യുന്ന ആ കേജിൽ ഏതാണ് ആനിമൽ എന്ന് നോക്കാൻ ചെല്ലുമ്പോൾ വി ക്യാൻ സീ അവർ ഇമേജ് ഇൻസൈഡ് ദറ്റ് മിറർ. അപ്പം വിച്ച് മീൻസ് അതിൻ്റെ ഒരു ഡിറക്റ്റ് കൊണോട്ടേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ദ മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് ഇൻ ദ എർത്ത് ഇസ് ദ ഹ്യൂമൻ ബീങ്. കാരണം എന്ത് ഫെറോഷ്യസ് ആനിമൽ ആയാലും എന്ത് കാർണിവോറസ് ആനിമൽ ആയാലും ദേ ആർ ഫീഡിങ് ഓൺ അതർ ഓർഗാനിസം ജസ്റ്റ് ഫോർ ദർ ഫുഡ്. അവരുടെ ഫുഡിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അവർ ആരെയും ഉപദ്രവിക്കില്ല. ഈ ആനിമൽ പ്ലാനിൽ ഡിസ്കവറിലും ഒക്കെ നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ കാട്ടിലൊക്കെ പോയി ഷൂട്ട് ചെയ്യുന്നവരുണ്ട്. ഇഫ് ഒരു ലയൺ ആയാലും ടൈഗർ ആയാലും അതിന് വിശപ്പില്ല എന്നുണ്ടെങ്കിൽ അത് ആരെയും ഉപദ്രവിക്കില്ല. സോ ദേ ആർ സർവൈവിങ് ഓൺ അതർ അല്ലെങ്കിൽ ദേ ആർ പ്രേയിങ് ഓൺ അതർ ആനിമൽസ് ജസ്റ്റ് ഫോർ ദർ ഫുഡ്. അതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ അവരെ ഒരിക്കലും ഉപദ്രവിക്കില്ല. ഒരുപാട് ഫേമസ് പിക്ചേഴ്സൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു ലയണും ഒരു ഡിയറും കൂടെ ഒരിടത്തും സ്ഥലത്തുനിന്ന് വെള്ളം കുടിക്കുന്നത്. അവരെ സംബന്ധിച്ചോളം അവരുടെ ഹാബിറ്റാറ്റാണ്. ആൻഡ് ഫോർ ദെയർ ഫുഡ് ദേ ഹാവ് ടു ഡിപ്പെൻഡ് അപ്പോൺ ഓർ ദേ ഹാവ് ടു പ്രേ അപ്പോൺ ദിസ് ആനിമൽസ്. പക്ഷേ ഹ്യൂമൻസിനെ സംബന്ധിച്ചോളം ഫോറസ്റ്റ് എന്ന് പറയുന്നത് സോൺലി ഫോർ ആനിമൽസിൻ്റെ ഒരു വേൾഡാണ്. അവിടേക്ക് പോലും നമ്മൾ കടന്നു കയറിയിട്ട് അവരുടെ ആ ആവാസ വ്യവസ്ഥ എന്താണോ അവരുടെ ഹാബിറ്റാറ്റ് വി ആർ ചേഞ്ചിങ് ദാറ്റ് ഫോർ അവർ നീഡ്സ്. ഇപ്പോൾ ഡിഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ചെയ്യുന്നത് ഫോർ അവർ പേഴ്സണൽ നീഡ്സ് ആണ്. അതുകൊണ്ട് ആനിമൽസിന് ഉപദ്രവമല്ലാതെ ഉപകാരം എന്ന് പറയാൻ ഒന്നുമില്ല. കാട്ടിൽ കഴിയുന്ന ആനിമൽസിനെ കൊണ്ട് സൂവിൽ കൊണ്ടിട്ടാൽ വി ആർ നോട്ട് പ്രൊവൈഡിങ് ദം വാട്ട് ഹാബിറ്റാറ്റ് ദേ വോണ്ട്. സോ ദ മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽ ഇൻ എർത്ത് എന്ന് പറയുന്നത് എക്സാക്ട്ലി വി ഹ്യൂമൻ ബീങ്സ് ആർ. And we share this earth with around 1.4 million other living species. അപ്പം നമ്മളാണ് ഹയറാർക്കിയിൽ എപ്പോഴും ദ ടോപ്പ് മോസ്റ്റ് നിൽക്കുന്നത്, ഹ്യൂമൻസ് ആണ്. പക്ഷേ ഈ വേൾഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എർത്ത് എന്ന് പറയുന്നത് നമുക്ക് മാത്രമായിട്ട് തന്നേക്കുന്നില്ല. ഇവിടെ നമ്മൾ നിൽക്കുന്നത് ബിക്കോസ് വി ആർ ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രീസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ഇല്ലാതെ അവർ എക്സിസ്റ്റൻസ് ഈസ് ഇമ്പോസിബിൾ. നോട്ട് ഈവൻ അവർ എക്സിസ്റ്റൻസ്, ഈ വേൾഡിൽ എന്തൊക്കെ ലിവിങ് സ്പീഷീസ് ഉണ്ടോ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് നമ്മൾ വിളിക്കുന്ന ഓട്ടോട്രോപ്സ് ആയിട്ടുള്ള പ്ലാന്റ്സിനെയാണ്. അവർ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡിനെയും അതുപോലെ തന്നെ അവർ റിലീസ് ചെയ്യുന്ന ഓക്സിജനെയും ബേസ് ചെയ്തിട്ടാണ് എല്ലാ ഓർഗാനിസത്തിൻ്റെയും എക്സിസ്റ്റൻസ് ഈ ഭൂമിയിലുള്ളത്. സോ പക്ഷേ നമ്മൾ ഹ്യൂമൻസിൻ്റെ ആക്ഷൻസ് കണ്ടാൽ വി ആർ ദ ഓണേഴ്സ് ഓഫ് ദിസ് ലാൻഡ്. നമ്മളത് ഓർക്കുന്നില്ല, നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇത്രയും പലതരം സ്പീഷീസിൻ്റെ കൂടെയാണ്. നോട്ട് ഈവൻ ലിവിങ് സ്പീഷീസ്, ഇതല്ലാതെ എത്രയോ സ്പീഷീസ് നോൺ ലിവിങ് ആയിട്ടുള്ളതുണ്ട്. സോ ദിസ് എർത്ത് ഈസ് നോട്ട് ഫോർ അവർ ഓൺ, അല്ലെങ്കിൽ നമ്മളുടെ സെൽഫിഷ് നീഡ്സിന് വേണ്ടി വി ആർ എക്സ്പ്ലോയിറ്റിംഗ് ദിസ് എർത്ത്, ബട്ട് വി ആർ നോട്ട് റിമെമ്പറിങ് or we are deliberately forgetting that this earth has also other owners too. മറ്റുള്ള ആൾക്കാരിൽ മറ്റുള്ള സ്പീഷീസും ഈ എർത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. പക്ഷെ അത് ചിന്തിക്കാതാണ് നമ്മളതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. ബ്രാൻഡ് കമ്മീഷൻ ഇസ് എ ഫേമസ് ഇൻ്റർനാഷണൽ കമ്മീഷനാണ്. കൂടുതലും എക്കോളജി, എൻവയൺമെൻറ്റൽ ഡിഗ്രഡേഷൻ, പ്രൊട്ടക്ഷൻ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് സ്റ്റഡീസ് നടത്തുന്ന ഒരു കമ്മീഷനാണ്. ആൻഡ് ഫസ്റ്റ് ബ്രാൻഡ് റിപ്പോർട്ട് ദേ റേസ്ഡ് എ ക്വസ്റ്റ്യൻ: Are we to leave our successors a scorched planet of advancing desert and ailing environment? Scorched planet means ഇപ്പോൾ നമ്മളുടെ മുൻപുള്ള പൂർവികർ, നമ്മളുടെ ആൻസിസ്റ്റേഴ്സ്, ദേ ഹാവ് പ്രിസർവ് ദിസ് എർത്ത് വെരി വെൽ. നന്നായിട്ട് അവർ നോക്കി അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രം റിസോഴ്സസിനെ എടുത്തത് കൊണ്ടാണ് ഇന്ന് നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള അളവിൽ വി ഹാവ് ഗെറ്റിംഗ് റിന്യൂവബിൾ ആസ് വെൽ ആസ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. അപ്പം അത് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് അത്രയും ചെയ്തത് കൊണ്ട്. പക്ഷേ നമ്മൾ ഈ എക്സ്പ്ലോയിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ വി ആർ ലീവിങ് ബിഹൈൻഡ് എ സ്കോച്ച് പ്ലാനറ്റ്, ഒരു നശിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഡെഡ് എൻഡിൽ എത്തി നിൽക്കുന്ന ഒരു എർത്തിനെയാണ് വി ആർ പ്രൊവൈഡിങ് ഫോർ അവർ ഫ്യൂച്ചർ ജനറേഷൻസ്. ഇപ്പം നാളെ നമ്മളുടെ ജനറേഷൻ കഴിഞ്ഞു, ഓക്കെ, നമുക്ക് അടുത്തൊരു ജനറേഷൻ വരുന്നു, അവർക്ക് പിന്നീടൊരു ജനറേഷൻ വരുന്നു. അവർ വരുമ്പോഴത്തേക്ക് ഈ ഭൂമിയിൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയാണെങ്കിൽ ഇവിടെ ഗ്രീനറി എന്ന് പറഞ്ഞ സാധനം കാണില്ല. ഒബ്വിയസ്ലി ഗ്രീനറി ഇല്ലെങ്കിൽ തന്നെ പൊല്യൂഷൻ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഓക്സിജൻ തന്നെ മൈന്യൂട്ടായി പോകും. ഈ കൊറോണയുടെ ലോക്ക്ഡൗൺ ഒക്കെ വരുന്നതിന് തൊട്ട് മുമ്പ് ന്യൂസിലൊക്കെ ഒരുപാട് ഫേമസ് ആണ് ഡൽഹിയിലെ പൊല്യൂഷൻ. കാരണം അന്തരീക്ഷത്തിൽ അറ്റ്മോസ്ഫിയറിൽ അത്രയും പൊല്യൂട്ടഡ് ഗ്യാസ് ആയിരുന്നു. നമുക്കൊരു ഏരിയൽ വ്യൂസ് ഒരുപാടുണ്ടായിരുന്നു. കംപ്ലീറ്റ്ലി പൊല്യൂട്ടഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എൻവയൺമെൻ്റ് ആണ് കംപ്ലീറ്റ് ഡൽഹിയിലുണ്ടായിരുന്നത്.
ആ സിറ്റുവേഷൻ ഒരുപാട് ചേഞ്ച് വന്നത് ലോക്ക്ഡൗണിൻ്റെ സമയത്താണ്. മോസ്റ്റ് ഓഫ് ദ റിവേഴ്സ് വെ ഫ്ലോയിങ് നൈസ്ലി. കാരണം അത്രയും നാൾ ലോക്ക്ഡൗൺ, അറൗണ്ട് ഒരു മാസത്തെ ലോക്ക്ഡൗണിന് ശേഷം ഫാക്ടറിയിൽ നിന്ന് വേസ്റ്റ് ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഹ്യൂമൻ വേസ്റ്റ് ആണെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന പൊല്യൂട്ടൻസ് ആണെങ്കിലും നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റ് മെറ്റീരിയൽസ് ആണെങ്കിലും ഒന്നുമില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അറൗണ്ട് 1 month. ആ അത്രയും ഒരു മാസം കൊണ്ട് നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായ ചേഞ്ച് എന്ന് പറയുന്നത് ഇംപെക്കബിൾ ചേഞ്ച് ആണ്. ആൻഡ് ആ ഒരു മാസത്തെ ലോക്ക്ഡൗൺ കൊണ്ട് തന്നെ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, ദാറ്റ് വി ആർ ദ മെയിൻ റീസൺ ബിഹൈൻഡ് ഓൾ ദ പൊല്യൂഷൻസ് ആൻഡ് ഓൾ ദ ഡിസ്ട്രക്ഷൻസ് ദാറ്റ് ഇസ് ഹാപ്പനിങ് ടു അവർ മദർ എർത്ത്. സോ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം, വാട്ട് വി ആർ ലീവിങ് ബിഹൈൻഡ് ഫോർ അവർ ഫ്യൂച്ചർ ജനറേഷൻസ്. അതാണ് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം. ആൻഡ് ദർ ആർ ഫോർ പ്രിൻസിപ്പൽ ബയോളജിക്കൽ സിസ്റ്റംസ്. നമ്മളുടെ എർത്തിലെ 4 പ്രിൻസിപ്പൽ ബയോളജിക്കൽ സിസ്റ്റമാണ് ബേസ്ഡ് ഓൺ വിച്ച് ദ എർത്ത് ഈസ് എക്സിസ്റ്റിംഗ് ആൻഡ് വി ആർ എക്സിസ്റ്റിംഗ്. ഫസ്റ്റ് വൺ ഫിഷറീസ്, ദെൻ ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്സ് ആൻഡ് ക്രോപ്പ് ലാൻഡ്സ്. ഫിഷറീസ് അറിയാമല്ലോ. ആൻഡ് നമ്മളുടെ എക്സിസ്റ്റൻസ് എങ്ങനെയാണോ, ഇപ്പം മനുഷ്യന് കൃഷി ചെയ്യാൻ ക്രോപ്പ് ലാൻഡ്സ് വേണം, അതുപോലെ തന്നെ ആനിമൽസിനെ മെയ്യാൻ അവർക്ക് ഗ്രാസ് ലാൻഡ്സ് വേണം. ഈ ഓരോ എക്കോസിസ്റ്റത്തിനും അവരുടേതായിട്ടുള്ള ഇമ്പോർട്ടൻസും പ്രോമിനൻസും ഉണ്ട് നമ്മുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട്. ഇന്നത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഡിഫോറസ്റ്റേഷൻ ഈസ് അറ്റ് ഹയർ. ദിവസം അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടി വരുവാണ്. ഹെക്ടർ കണക്കിന് ഫോറസ്റ്റ് ആണ് നമ്മളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോർ കൺസ്ട്രക്ടിങ് എ റോഡ്, അല്ലെങ്കിൽ കൺസ്ട്രക്ടിങ് എ ബ്രിഡ്ജ്, അതും അല്ലെങ്കിൽ കൺസ്ട്രക്ടിങ് എ ഇൻഡസ്ട്രി ഓർ ഈവൻ എ ഹോം, വി ആർ ഡിസ്ട്രോയിങ് every minute minute we are destroying hectares of forest for our personal use. So ഈ 4 ബയോളജിക്കൽ സിസ്റ്റം എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഹ്യൂമൻ അല്ലെങ്കിൽ എന്ത് ലിവിങ് ഓർഗാനിസത്തിൻ്റെ, ഈവൻ എർത്തിൻ്റെ പോലും എക്സിസ്റ്റൻസ്. ദേ പ്രൊവൈഡ് റോ മെറ്റീരിയൽസ് ഫോർ ഇൻഡസ്ട്രി എക്സെപ്റ്റ് മിനറൽ ആൻഡ് പെട്രോളിയം ഡിറൈവ്ഡ് സിന്തറ്റിക്സ്. ഇപ്പം പെട്രോളിയം ഡിറൈവ്ഡ് ഇൻഡസ്ട്രീസിനെ ഒഴിച്ച് ബാക്കി എല്ലാ ഇൻഡസ്ട്രീസിനുമുള്ള റോ മെറ്റീരിയൽസ് കൊടുക്കുന്നത്, ബീറ്റ് അഗ്രികൾച്ചർ ഇൻഡസ്ട്രി, ബീറ്റ് ടെക്നോളജിക്കൽ, എല്ലാത്തിനുമുള്ള ഇൻഡസ്ട്രീസിൽ നിന്ന് കൂടുതലും റോ മെറ്റീരിയൽസ് മീൻസ് ബേസ്ഡ് ഓൺ വാട്ട് ദേ ആർ പ്രൊഡ്യൂസിങ് ദെയർ ഗുഡ്സ്. അതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്ന റോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. സീ ഫുഡ് എന്ന് പറയുന്നൊരു വലിയൊരു ഇൻഡസ്ട്രി നമുക്കുണ്ട്. ഇറ്റ്സ് എ വെരി കൊമേഴ്സ്യലൈസ് ഇൻഡസ്ട്രി. അവരുടെ മേജർ സോഴ്സ് എന്ന് പറയുന്നത് സീ ആണ്. അവിടെ നിന്ന് കിട്ടുന്ന ഈ സീ ഫുഡ് എന്ന് പറയുന്ന ഈ പല വെറൈറ്റീസ് ഓഫ് ഫിഷസ് ആണ് അവരുടെ മെയിൻ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഇപ്പം തടി തന്നെ നമ്മൾ ഫയർ വുഡിന് വേണ്ടിയിട്ട് നമ്മൾ എന്തിനു വേണ്ടി മരങ്ങളാണ് മുറിക്കുന്നത്, അതിൻ്റെയൊക്കെ റോ മെറ്റീരിയൽസ് കൊടുക്കുന്ന അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഫോറസ്റ്റ് ആണ്. ഈവൻ നമുക്കൊരു വീട് പണിയെങ്കിലും അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാവിധ വുഡ് മെറ്റീരിയൽസും, ഫോർ എക്സാമ്പിൾ ഡോർ, വിൻഡോസ്, ഇതിനൊക്കെ റോ മെറ്റീരിയൽസ് കൊടുക്കുന്നത് ഫോറസ്റ്റ് ആണ്. ആൻഡ് ഗ്രാസ് ലാൻഡ്സ്, ഈ ഗ്രാസ് ലാൻഡ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് എല്ലാ ഡയറി ഫാംസും മുൻപോട്ട് പോകുന്നത്. സോ ഈ ഡയറി ഫാംസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ മിൽക്കായാലും എഗ് ആയാലും എല്ലാം പ്രൊഡ്യൂസ് ചെയ്യാനൊക്കത്തുള്ളൂ. സോ അതിൻ്റെ ബേസ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഗ്രാസ് ലാൻഡ്സ് ആണ്. ആൻഡ് ക്രോപ്പ് ലാൻഡ്സ് ആർ ബേസ്ഡ് ദ ബാക്ക് ബോൺ ഓഫ് അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രി. നമ്മൾ കഴിക്കുന്ന എസ്പെഷ്യലി ഫോർ കേരളൈറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പം വെസ്റ്റിലൊക്കെ ആൾക്കാർ രാവിലെ ബ്രെഡോ ജാമോ കഴിക്കുന്നിടത്ത് നമ്മൾ തലേദിവസം തുടങ്ങും അരി ഉഴുന്ന് വരച്ച്, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ഫുഡ് ഹാബിറ്റാണ് മലയാളികൾക്കുള്ളത്, എസ്പെഷ്യലി ഇന്ത്യൻസിനുള്ളത്. സോ അങ്ങനെയുള്ള ഹ്യൂമൻ പോപ്പുലേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലെയും റോ മെറ്റീരിയൽസ് കൊടുക്കുന്ന ദീസ് 4 മേജർ ബയോളജിക്കൽ സിസ്റ്റം. ഈ ബയോളജിക്കൽ സിസ്റ്റത്തിൻ്റെ പ്രൊട്ടക്ഷനാണ് നമ്മളുടെ സോൾ റെസ്പോൺസിബിലിറ്റി. ഇനി വാട്ട് ഈസ് ഡിസ്ട്രാക്ടിങ് ഓൾ ദിസ്? അൺകൺട്രോൾഡ് ഹ്യൂമൻ ക്ലെയിം. മനുഷ്യൻ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും എല്ലാം നമ്മൾ കയറി അറ്റാക്ക് ചെയ്യും. ഫോറസ്റ്റിൽ നല്ല സമാധാനമായിട്ട് ഇരിക്കുന്നിടത്തോടായിരിക്കും ഉടനെ ഒരു ട്രക്കിങ്ങിന് പോകും. അവിടെ പോയി നമ്മുടെ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യും. ബട്ട് വി ആർ ലിവിങ് ബിഹൈൻഡ് സോ മെനി വേസ്റ്റസ് ഇൻക്ലൂഡിങ് പ്ലാസ്റ്റിക് വേസ്റ്റസ്. ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് കഴിക്കുന്നത് അവിടുത്തെ ആനിമൽസ് ആയിരിക്കും. അവർക്കറിയത്തില്ലല്ലോ പ്ലാസ്റ്റിക് ഈസ് പോയ്സണസ് ആണെന്നുള്ളത്. അത് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവനായിരിക്കും നഷ്ടപ്പെടുക. ഇപ്പം യു ക്യാൻ സീ ഇൻ ദ പിക്ചർ റോഡിലിറങ്ങി നിൽക്കുന്ന ആനിമൽസിനെ. ഫോറസ്റ്റിൻ്റെ ഒത്ത നടുക്കൂരായിരിക്കും ഒരു ഹൈവേ പോകുന്നത്. സോ ഈ ആനിമൽസിനെ ക്രോസ് ചെയ്യണമെങ്കിൽ അവർക്ക് ഈ റോഡിൽ ഇറങ്ങിയേ ഒക്കത്തുള്ളൂ. ആൻഡ് ദേ ഡോണ്ട് നോ ദ ട്രാഫിക് റൂൾസ്. അവരിറങ്ങി നിൽക്കുക, ചിലപ്പം ആൾക്കാർക്ക് അപായം പറ്റാം, അതേസമയം ചിലപ്പോൾ വണ്ടി ഇടിച്ച് ഈ പാവം മൃഗങ്ങൾക്കും അപായം പറ്റാം. ദേ ആർ നോട്ട് അവെയർ അബൌട്ട് ദ ട്രാഫിക് റൂൾസ് ദേ. സോ ഇതൊക്കെ മനുഷ്യൻ്റെ കടന്നുകയറ്റാണ്. ഈയിടെയും പേപ്പർ ഉണ്ടായിരുന്ന കറണ്ട് കമ്പിയിൽ ഷോക്ക് അടിച്ച് മരിച്ച് ചത്തുപോയ ആനയുടെ കാര്യം. So these are all results of unwanted human interference into their habitat. അവർ സ്വൈര്യമായിട്ട് ജീവിക്കേണ്ട അവരുടെ ഹാബിറ്റാറ്റിലാണ് വി ആർ ഇൻ്റർഫിയറിങ്. സോ അവർ ചിലപ്പോൾ തിരിച്ച് വന്ന് ഇൻ്റർഫിയർ ചെയ്താലും സ്ഥിരം കേൾക്കാവുന്നതാണ് ആന ഇറങ്ങി അല്ലെങ്കിൽ ചവിട്ടിക്കൊന്നു പോകുന്നത്. വി ആർ ഇൻ്റർഫിയറിങ് ദെയർ ഹാബിറ്റാറ്റ് ആൻഡ് ദാറ്റ്സ് വൈ ദേ ആർ ഡൂയിങ് സോ. അത് അവർ ഡെലിബറേറ്റ്ലി ചെയ്യുന്നില്ല. വി ആർ നോട്ട് ലീവിങ് ദം എനി അതർ ചോയ്സ്. ആൻഡ് ദെൻ ഓവർ ഫിഷിങ്. നമുക്ക് ആവശ്യമുള്ളതും അതിൽ കൂടുതലും എടുത്തെടുത്ത് ഇപ്പം ഈയിടെ ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്ന 5 വർഷമായി നമ്മുടെ മലയാളികളുടെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് മത്തി. അത് കിട്ടിയിട്ട് കുറേ കാലമായിരുന്നു. ആൻഡ് ഓൾ ദീസ് ആർ ഹാപ്പനിങ് ബിക്കോസ് ഓഫ് അവർ ഡീഡ്സ്. ഈ ഡീഫോറസ്റ്റേഷൻ കാരണം എത്രയോ സ്പീഷീസ്, ഒരുപാട് ആനിമൽസിൻ്റെ അല്ലെങ്കിൽ ഇൻസെക്ട്സ് ആയാലും ഈവൻ റെപ്റ്റൈൽസ് ആയാലും എന്തായാലും അതിൻ്റെയൊക്കെ എക്സ്റ്റൻഷൻ നടക്കുന്നുണ്ട്.
കാരണം വി ആർ ഇൻ്റർഫിയറിങ് ദിയർ ഹാബിറ്റാറ്റ്സ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഒരു എക്സിസ്റ്റൻസ് ഇല്ലാതിരിക്കും. എൻഡേഞ്ചർ പട്ടികയിൽപ്പെട്ടേക്കുന്ന ഒരുപാട് ആനിമൽസും ബേർഡ്സും നമുക്കുണ്ട്. സിംഹവാലം കുരങ്ങൊക്കെ എക്സ്റ്റൻഷൻ്റെ വേർഡ്സിൽ എത്തി നിൽക്കുന്ന സാധനമാണ്. ആൻഡ് ആഫ്റ്റർ എക്സ്റ്റൻഷൻ വി ആർ ഡൂയിങ് തിങ്സ് ടു പ്രൊട്ടക്ട് ദാറ്റ്. അതിനും നല്ലത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കുന്നതാണ്. സോ ഇറ്റ്സ് ഹൈ ടൈം ദാറ്റ് വി ഹാവ് ടു തിങ്ക് ദാറ്റ് വി ആർ ഷെയറിങ് ദിസ് എർത്ത് വിത്ത് അതർ ലിവിങ് ഓർഗാനിസംസ് ടു. ആൻഡ് ആർട്ടിക്കിൾ 48A നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ എസ്പെഷ്യലി ഇപ്പം നമ്മളുടെ കാര്യമായതുകൊണ്ട് ഇന്ത്യയിലെ കാര്യം തന്നെ പറയാം. വി ഹാവ് ലോഡ്സ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഹിയർ ബട്ട് വി ആർ നോട്ട് ഫോളോയിങ് എനി ഓഫ് ദം. അതാണ് ഇവിടുത്തെ ഒരു മേജർ കാര്യം. നമുക്കൊരു വെൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആൻഡ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാവ് ഈച്ച് ആൻഡ് എവറി ലോ റിലേറ്റഡ് ടു എവറി സിംഗിൾ തിങ്. പക്ഷേ ഇതിൽ എത്ര എണ്ണം നമ്മളത് എൻഫോഴ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആർട്ടിക്കിൾ 48A ഈസ് ദെയർ ഫോർ സേഫ് ഗാർഡ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഓഫ് ദ കൺട്രി. പക്ഷേ അത് എത്ര പേര് മുൻപോട്ട് നമ്മളത് അനുസരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ദ ക്വസ്റ്റ്യൻ ബിഹൈൻഡ്. ഈ അടുത്താണ് EIA ഡ്രാഫ്റ്റ് 2020 വന്നത്. അതിനകത്ത് പറഞ്ഞേക്കുന്നത് പോലും ഒരു വൈഡ് പെറ്റീഷനൊക്കെ അതിന് എഗൻസ്റ്റ് വന്നതാണ്. അത് ആ EIA ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് തന്നെ മെയിൻലി ഇൻ ദ ഫേവർ ഓഫ് ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്. അവർക്കൊരു ഇൻഡസ്ട്രി, ഒരു ഫാക്ടറി തുടങ്ങണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പുതിയ ബിസിനസ് തുടങ്ങണമെങ്കിൽ ഇഷ്ടത്തിന് വേണമെങ്കിൽ ഫോറസ്റ്റും നമ്മുടെ എൻവയോൺമെൻറ്റും നശിപ്പിക്കാം. അതിന് പ്രത്യേകിച്ച് ഒരു റൂൾസും ഇല്ല. അപ്പം അവരെ ഫേവർ ചെയ്തുകൊണ്ടുള്ള ഇങ്ങനെയുള്ള നിയമങ്ങളും നമുക്കുണ്ട്. ആൻഡ് we have to ensure that we are enforcing all these laws in the correct manner. Catastrophic destruction of forests over last 4 decades, actual loss exceeds 8 times government statistics. ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് ഇത്ര ഹെക്ടർ വനം ഇത്ര വർഷം നശിക്കുന്നുണ്ട്. പക്ഷേ ഇൻ റിയാലിറ്റി ഇതിനേക്കാളും എത്രയോ ഇരട്ടിയാണ് റിയൽ ലൈഫിൽ റിയലി നമ്മളത് നശിപ്പിക്കുന്നത്. സോ വി ഹാവ് ടു അവെയർ ആൻഡ് ഇറ്റ്സ് ഹൈ ടൈം ദാറ്റ് വി ഹാവ് ടു സ്റ്റോപ്പ് ഓൾ ദീസ് ഡൂയിങ്സ്. ആൻഡ് what is the reason for the depletion of all these natural resources or even the earth? First thing, growth of world population. നമ്മളുടെ പോപ്പുലേഷൻ മാക്സിമം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രസൻറ്റ് വേൾഡ് പോപ്പുലേഷൻ ഈസ് അബൌട്ട് 5.7 ബില്യൺ. ഇത് ഈ പൽക്കിവാല 1994 എഴുതിയതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിനകത്തെ കണക്ക്. ആൻഡ് നൗ ഇറ്റ്സ് 2021. സോ ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ചിട്ട് ഒരു പക്ഷേ ഇതിൻ്റെ ഒരു ഡബിൾ ആയിരിക്കാം ഇപ്പോഴത്തെ പോപ്പുലേഷൻ. Every 4 days the world population increases by 1 million. അങ്ങനെ 4 days വെച്ച് ഇൻക്രീസ് ചെയ്ത് 1 million വെച്ച് ഇൻക്രീസ് ചെയ്തെങ്കിൽ ജസ്റ്റ് ഇമാജിൻ ഹൗ മച്ച് ദ വേൾഡ് പോപ്പുലേഷൻ നൗ. മോർ ചിൽഡ്രൻ ഡസ് നോട്ട് മീൻ മോർ വർക്കേഴ്സ്. ഇപ്പം ഈ ഒരു റീസെൻറ്റ് ടൈമിലാണ് ഫാമിലി പ്ലാനിങ് ഒക്കെ ഇത്രയും ഇമ്പോർട്ടൻസ് വന്നത്. നേരത്തെ അതൊന്നുമില്ലായിരുന്നു. വിച്ച് മീൻസ് എഡ്യൂക്കേഷൻ കുറയുന്നതനുസരിച്ചിട്ട് അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ധാരണ കുറയും. വി ആർ ബിഹൈൻഡ് ഡെവലപ്മെൻറ്റ് ബട്ട് വി ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ഓൾ ദീസ് തിങ്സ്. സോ ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ചുള്ള വർക്കേഴ്സിനെ കിട്ടും എന്നല്ല. മോർ ചിൽഡ്രൻ ആണെങ്കിൽ ഒരു പാവപ്പെട്ട വീടാണ് എങ്കിൽ അവർക്ക് ഇൻകം അത്രയും കാണില്ല. 4 കുട്ടികളുണ്ടെങ്കിൽ ഈ 4 കുട്ടികളെയും പോറ്റാനുള്ള വരുമാനം അവർക്ക് കാണില്ല. നമ്മുടെ ഒരു ഇപ്പോഴത്തെ പ്രസൻറ്റ് സിനാറിയോ വെച്ചിട്ട് ദ റിച്ച് ഓൾവേസ് ബിക്കം ദ റിച്ചർ ആൻഡ് ദ പുവർ വിൽ ബി ഓൾവേസ് എ പൂറർ. അതിനൊരു മാറ്റം ഉണ്ടാവാൻ ഏത് ഗവൺമെൻറ് വന്നിട്ടും ഇപ്പോഴും സാധിക്കാത്ത ഈ സിറ്റുവേഷനിൽ വി ഹാവ് ടു എൻഷുവർ ദാറ്റ് വി ആർ ഫോളോയിങ് ഫാമിലി പ്ലാനിങ്. വോളണ്ടറി ഫാമിലി പ്ലാനിങ് ഈസ് നീഡഡ്. സോ പോപ്പുലേഷൻ കൺട്രോൾ ആണ് ഈ ഡിഫോറസ്റ്റേഷനെ അല്ലെങ്കിൽ എർത്തിൻ്റെ ഡിപ്ലേഷനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും മികച്ച കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുന്നത് ദിസ് പോപ്പുലേഷൻ കൺട്രോൾ. എ ട്രാൻസെൻഡിങ് കൺസേൺ. ആൻഡ് ആസ് ഐ സെഡ് ഏർലിയർ, ഈ ഒരു റീസെൻറ്റ് ടൈമിൽ ഇത്രയുമൊക്കെ എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ വന്നതിന് ശേഷമാണ് ദറ്റ് വി ആർ തിങ്കിങ് ഓക്കെ നൗ ഇറ്റ്സ് ഹൈ ടൈം ദറ്റ് വി ഹാവ് ടു ഡു സംതിങ്. എല്ലാം ഉണ്ടായിക്കഴിഞ്ഞ് അതിനെക്കുറിച്ച് ചിന്തിക്കലാണ് പൊതുവേ നമ്മളുടെ ഹ്യൂമൻസിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ബോത്ത് പീപ്പിളും പ്ലാനറ്റിനെയും ഒരേ രീതിയിൽ സർവൈവ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് പോകണം എന്നുള്ളൊരു തോട്ട് വന്നേക്കുന്നത്. സീയിങ് ദ വേൾഡ് ഇസ് എൻ ഇൻ്റഗ്രേറ്റഡ് ഹോൾ ആൻഡ് ജോയിനിങ് ഹാൻഡ്സ് ടു പ്രിവെൻറ്റ് ഫർദർ ഡിസ്ട്രക്ഷൻ. If you can just go to YouTube and search for the DiCaprio speech at International Climate Summit. അതിനകത്ത് ഡിക്കാപ്രിയോ റേസ് ചെയ്തേക്കുന്ന കൺസേൺസ് തന്നെയാണിത്. അത് അറൗണ്ട് കൃത്യ ഡേറ്റ് ഇയർ എനിക്ക് ഓർമ്മയില്ല. ഈ പൽക്കിവാല ഈ ഒരു ആർട്ടിക്കിളൊക്കെ നടത്തിയതിന് ശേഷമാണ് ഡിക്കാപ്രിയോയുടെ ആ ഒരു സ്പീച്ച് വന്നേക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റിൽ അതിൻ്റെ അകത്തും പുള്ളി വോയിസ് ചെയ്തേക്കുന്ന കൺസേൺ ഈസ് മെയിൻലി എൻവയൺമെൻറ്റൽ ഡിഗ്രഡേഷൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഇപ്പോൾ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നു. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് വലിയൊരു പ്രളയം, 2 പ്രളയം കണ്ടവരാണ് മലയാളികൾ. ഞാൻ കൂടുതലും കേരളയുടെ എക്സാമ്പിൾ പറഞ്ഞത് വി ക്യാൻ റിലേറ്റ് ടു ഇറ്റ്. സോ ആ ഒരു പ്രളയം സംഭവിച്ചത് സോൾലി ബിക്കോസ് ഓഫ് ഹ്യൂമൻ ആക്ഷൻസ് ആണ്. ഉള്ള റിവർ എല്ലാം മണ്ണും വാരി മണലും വാരി എല്ലാം കുഴിച്ചിട്ടേക്കുന്നിടത്ത് പെട്ടെന്ന് കയറി നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ റിവറിന് പോകാൻ പലയിടത്തും സ്ഥലമില്ല. ഇപ്പം തന്നെ നമ്മളുടെ ലിസ്റ്റിലുള്ള പല റിവേഴ്സും പോകുന്ന വഴി നോക്കിയാൽ പാതിയും കയ്യേറ്റ ഭൂമിയാണ്. പല റിവേഴ്സും ഇന്ന് പേര് മാത്രമേ ഉള്ളൂ. അവിടെ വലിയ റിവറിന് പറയാനില്ല, ചെറിയ തോട് പോലും മാത്രമേ കാണത്തുള്ളൂ. ഇങ്ങനെയുള്ളിടത്ത് ഈ എക്സസ് എമൗണ്ട് ഓഫ് കാലം തെറ്റി പെയ്യുന്ന മഴ വരുമ്പം ഇത്രയും വെള്ളം ഹോൾഡ് ചെയ്യാനുള്ള റിവേഴ്സ് നമുക്കില്ലെങ്കിൽ വാട്ട് വി ക്യാൻ ഡു? പിന്നെ മുമ്പിലുള്ള ഒരേ ഒരു ഓപ്ഷൻ പ്രളയം എന്നുള്ളതാണ്. സോ ഇതിനെയൊക്കെ മറികടക്കാനുള്ള ഒറ്റ കാര്യം, വി ഹാവ് ടു തിങ്ക് ദാറ്റ് വി ആർ ഡൂയിങ് ഓൾ ദിസ് ടു അവർ എർത്ത്.
അതുകൊണ്ട് ഒരുപാട് ട്രോൾസൊക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. കേൾക്കുമ്പോൾ ഫണ്ണിയാണ്, ബട്ട് ഇറ്റ് ഓൾവേസ് എ ഫാക്ട്. പുഴയെ കൊന്നപ്പോൾ അവൻ ഓർത്തില്ല അവൾക്ക് മഴയെന്നൊരു കാമുകനുണ്ടെന്ന്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സിമ്പിൾ ട്രോളാണ്, പക്ഷേ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഏർത്തിനോട് ചെയ്യുന്നത് അത് തന്നെ ഏർത്ത് നമുക്ക് തിരിച്ചും തരും. എല്ലാത്തിനും നമുക്ക് ഈ ക്ഷമയുടെ നെല്ലിപ്പല എന്നൊക്കെ പറഞ്ഞാൽ ഏർത്ത് ഓൾസോ ഹാസ് ഇറ്റ്സ് ഓൺ ലിമിറ്റേഷൻസ്. അതിന് താങ്ങുന്നതിനൊരു പരിധിയുണ്ട്. ഓവർ പോപ്പുലേഷൻ കാരണം അതിന് മുകളിലുണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഹൈ. കുറേ കഴിയുമ്പം ഇറ്റ് ടേൺസ് ബാക്ക്. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക. ദെൻ ഓൺലി വി ക്യാൻ സേവ് അവർ എർത്ത് ആസ് വെൽ ആസ് അവർ എക്സിസ്റ്റൻസ്. എർത്ത് ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. നമ്മൾ ക്രിയേറ്റ് ചെയ്തതല്ല എർത്തിനെ. എർത്താണ് നമ്മളെ ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുവന്നത്. സോ ഇറ്റ്സ് അവർ ഡ്യൂട്ടി ദാറ്റ് വി ഹാവ് ടു സേഫ് ഗാർഡ് ആൻഡ് പ്രൊട്ടക്റ്റ് അവർ ലൈഫ് ആസ് വെൽ ആസ് അവർ പ്ലാനറ്റ്സ് ലൈഫ്. വീടുണ്ടെങ്കിലല്ല താമസിക്കാനൊക്കത്തുള്ളൂ. സോ വി ഹാവ് ടു go forward and save our earth from further destruction. So this era, ippathe oru current era ennu പറഞ്ഞാൽ it should be an era of responsibility. We have a sort of responsibility towards our earth. അതിനകത്ത് ഏറ്റവും ക്രൂഷ്യൽ റോള് പ്ലേ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ഞാൻ പറഞ്ഞു, ഓവർ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യുക. ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച് വോളണ്ടറി നമ്മൾ തന്നെ തീരുമാനിക്കുക. ആൻഡ് ദെൻ ഇൻഡസ്ട്രീസ് ദേ ഹാവ് എ ക്രൂഷ്യൽ റോൾ. പൊല്യൂഷൻ ഉണ്ടാകുന്നതിൻ്റെ മേജർ കോസാണ് ഇൻഡസ്ട്രിയൽ ബേസിസ് എന്ന് പറഞ്ഞത്. സോ അതിന് നമ്മൾ ഇൻഡസ്ട്രീസാണ് ഏറ്റവും കൂടുതൽ ക്രൂഷ്യൽ റോള് പ്ലേ ചെയ്യുന്നത്. ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് എൻവയറമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഷുഡ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. രണ്ടും സിമൾട്ടേനിയസ്ലി രണ്ടും ഒരേപോലെ നമുക്ക് വേണം. മോഡേൺ ടൈമാണ്, സോ വി കാൻ ലീവ് വിത്തൗട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ. ഫർദർ ഡെവലപ്മെൻറ്റിന് പുതിയ പുതിയ ഇൻഡസ്ട്രീസ് ഉണ്ടായേ തീരത്തുള്ളൂ. ബട്ട് ഈ ഇൻഡസ്ട്രീസ് ഉണ്ടാകുമ്പോഴും വി ഹാവ് ടു എൻഷുവർ ദാറ്റ് വി ആർ സേവിങ് എ എൻവയൺമെൻറ്റ് ഓൾസോ. അതിനെ ഹാം ചെയ്യാതെ എങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് മുമ്പോട്ട് കൊണ്ടുപോകുക. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എൻ്റെ ഒറ്റ തോട്ടേ ഉള്ളൂ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഷുഡ് ബി എൻഹാൻസ്ഡ്, വിച്ച് മീൻസ് developing, and we are developing to satisfy our needs, which means the needs of the present without compromising the needs of future. അതേപോലെ തന്നെ എർത്തിനെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് വേണം വി ഹാവ് ടു ഡെവലപ്പ്. ആൻഡ് ദിസ് ഇസ് എ ഫേമസ് കോട്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ ലാസ്റ്റിൽ കിടക്കുന്ന 2 quotes ആണ്. ഫസ്റ്റ് വൺ ബൈ മാർഗരറ്റ് താച്ചർ. No generation has a free hold on this earth. All we have is a life tenancy with a full repairing lease. നമ്മളിവിടെ നമ്മളുടെ രീതിയിലല്ല താമസിക്കുന്നത്. വി ആർ ഹിയർ. നമ്മൾ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് നാളെ തിരിച്ചേൽപ്പിക്കേണ്ട ഒരു ലാൻഡ് മാത്രമാണ് നമ്മളുടെ കയ്യിലുള്ളത്. ഇറ്റ്സ് നോട്ട് സോൺലി നമ്മളുടെ ആണെന്ന് നമുക്ക് പറയാനൊക്കില്ല. മിസ്റ്റർ ലെസ്റ്റർ ബ്രൗൺ. We have not inherited this earth from our forefathers. We have borrowed it from our children. ഒരുപാട് മീനിങ് ഉള്ളൊരു കോട്ടാണ്. നമ്മളുടെ ഫോർഫാദേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് പതിപ്പിച്ച് കിട്ടിയ അല്ലെങ്കിൽ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്ത് നമുക്കായിട്ട് എഴുതി തന്നൊരു ഏരിയ അല്ല ഈ എർത്ത് എന്ന് പറയുന്നത്. ആക്ച്വലി വി ആർ ബോറോയിങ് ഇറ്റ് ഫ്രം അവർ ചിൽഡ്രൻ. നാളെ ഒരു ഫ്യൂച്ചർ ജനറേഷൻ വരും ആൻഡ് വി ആർ പ്രിസർവിങ് ദിസ് ആൻഡ് വി ആർ ഹിയർ ഓൺലി ടു സേഫ് ഗാർഡ് ദിസ് എർത്ത് ജസ്റ്റ് ഫോർ അവർ ഫ്യൂച്ചർ ജനറേഷൻസ്. സോ ഇതൊക്കെ നിങ്ങൾ മൈൻഡിൽ വെക്കുക. ജസ്റ്റ് ഒരു ചാപ്റ്ററാണ്, ഒരു ആർട്ടിക്കിളാണ്, അത് വായിച്ചു പോവുക. പക്ഷേ ദർ ഷുഡ് ബി ദിസ് സോർട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടിലെങ്കിലും നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി വേണം. ഓക്കെ, സോ ഇപ്പോഴത്തെ കറണ്ട് ജനറേഷൻ ഈ റെസ്പോൺസിബിലിറ്റി ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ് പ്രോബ്ലം. നമ്മുടെ എർത്തിന് താങ്ങാൻ കഴിയുന്നതിൽ കൂടുതലാണ് ഓൾറെഡി അത് സഫർ ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഹൈ ടൈം ദറ്റ് വി ഹാവ് ടു എൻഷുർ ദാറ്റ് വി ആർ സേവിങ് അവർ എർത്ത് ഫ്രം ഫർദർ ഡിസ്ട്രക്ഷൻ. സോ ഐ ഗസ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വായിക്കാം, കുറച്ച് ടഫ് ആയിരിക്കും, ബട്ട് ഇറ്റ്സ് സിമ്പിൾ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതിനകത്തെ തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് സിമ്പിളാണ്. പ്രിസർവ് യുവർ എർത്ത് ആൻഡ് യു ക്യാൻ ഡെവലപ്പ് ചെയ്യുക, ബട്ട് അതിൻ്റെ കൂടെ തന്നെ എർത്തിനെ പ്രിസർവ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.